നിത്യതയ്ക്കുള്ള 7 പടികൾ. ഒന്നാമത്തെ പടി നമ്മൾ കണ്ടു. അൺലൈക്ക് എ ഫൂളിഷ് മാൻ, ഒരു 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 പോഷനായ മനുഷ്യനെ പോലെ ആകാതെ ഉറപ്പുള്ള അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയാം. രണ്ടാമത്തേത് ദൈവിക കൽപ്പനകൾ കാത്തുകൊള്ളുകയാണ്. കർത്താവിൻ്റെ കൽപ്പന കാത്തുകൊള്ളാം. ആ കൽപ്പനയെ അഴിക്കുവാൻ അനേകർ താല്പര്യപ്പെടും. ആരെങ്കിലും ഒരുത്തൻ എൻ്റെ കൽപ്പനകളിൽ ഒരെണ്ണം, ചെറിയ ഒരു കൽപ്പന അഴിക്കുകയും അല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കുകയും ബാക്കി മുഴുവനും ചെയ്യുകയും ചെയ്താലും അതിന് പ്രയോജനമില്ല. ഒരു കൽപ്പന പോലും അഴിക്കാതെ, ഒരുപോലും ഡിസ്മിസ് ചെയ്യാതെ ദൈവത്തെ അനുസരിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. 3, വിശുദ്ധന്മാർ വേർപെട്ടവരാണ്. സാധാരണ ലോകത്തിന് സകല ദോഷവും ചെയ്യാം, സകല ദോഷത്തിലേക്കും അവർക്ക് പോകാം. പക്ഷെ വിശുദ്ധന്മാർക്ക് അതൊക്കത്തില്ല. നാം വേർപെട്ടവരാ. മൂന്നാമത്തേതിൻ്റെ ഭാഗമാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നന്മയുടെയും തിന്മയുടെയും ഭാവത്തിൽ, ലോകമോഹത്തിൻ്റെയും സാമൂഹിക ഉന്നതികളുടെയും രൂപത്തിൽ ഇരമ്പുന്ന ലോകശബ്ദങ്ങളുടെ നടുവിൽ ദൈവശബ്ദം തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ആ സംസാരിക്കുന്നത് ദൈവശബ്ദമാണെന്നും മറ്റേ കേൾക്കുന്ന ഇരമ്പലുകൾ ലോകത്തിൻ്റെ ബഹളമാണെന്നും തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ദൈവശബ്ദം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. എൻഡുറൻസ്, സഹിച്ചു നിൽക്കുക എന്ന ആശയം നമ്മൾ 4ാമതായി ചിന്തിച്ചു. അതിനകത്ത് ജീവത്യാഗം ചെയ്ത അപ്പോസ്തലന്മാരെ നമ്മൾ പ്രാരംഭമായി തൊട്ടു. ജീവത്യാഗം ചെയ്ത പൗലോസിനെ നമ്മൾ തൊട്ടേച്ച് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് തൻ്റെ ശരീരമം സഭയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. പക്ഷെ സഹോദരന്മാരെ, ഞാനോ പാനീയയാഗമായി അർപ്പിക്കപ്പെടുക. പക്ഷെ നിങ്ങളാരും മരിക്കണ്ട. നിങ്ങൾ മരിക്കാനല്ല. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നിങ്ങൾ അർപ്പിക്ക്. നിങ്ങൾ ജീവനോടിരുന്ന്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോകുകയാണ്, ഞാൻ പാനീയയാഗമായി അർപ്പിക്കപ്പെടാൻ പോകുകയാണ്, എൻ്റെ നിര്യാണകാലം സമീപിച്ചു, ഞാൻ ഇതുവഴി പോകുകയാണ്. പക്ഷേ നിങ്ങളാരും മരിക്കേണ്ട, നിങ്ങൾ ജീവനോടിരിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം എന്ന് പറഞ്ഞു പൗലോസ് പോയി. ഇന്ത്യയുടെ അപ്പോസ്തലനെ ഞാൻ തൊട്ടിരുന്നു. ഇന്ത്യയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടതയും സഹിച്ചു. അവർ ആഗ്രഹിച്ചതായ നിത്യതയ്ക്ക് വേണ്ടി മുടക്കേണ്ട വില അവർ മുടക്കി. ഞാനിതിൽ ഓരോന്ന് വിശദീകരിക്കുന്നില്ല. അടുത്ത് അവിടം വരെ നമ്മൾ നിക്കലാവുസിനെ, ബിഷപ്പ് റെഡ്ലിയും ലാറ്റിമോറും കാലത്തിൻ്റെ പോക്കിൽ നവീകരണത്തിനു വേണ്ടി, തിരുവചനത്തിൻ്റെ പരസ്യത്തിനു വേണ്ടി കൊല്ലപ്പെട്ട ചരിത്രവും നമ്മൾ എടുത്തു കണ്ടതാണ്. ബേൺഡ് അലൈവ് ഇൻ ഓക്സ്ഫോർഡ് ഓൺ October 16, 1555. അത് രണ്ടുപേരെയും ഒരു തുരുമ്പിച്ച ചങ്ങലകൾ കൊണ്ട് ഒരു ഇരുമ്പ് തൂണിനോട് ചേർത്ത് കെട്ടി വിറകടുക്കി, ബൈബിൾ അടുക്കി തീ വെച്ച് കൊല്ലുകയായിരുന്നു. ഞാൻ പുതുതായിട്ടൊന്ന് ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ചയിൽ. ഇന്ന് ഒന്നുകൂടെ ചേർക്കട്ടെ. കൊറിയയിൽ നടന്ന പെർസിക്യൂഷനെ കുറിച്ച് ആംസ്റ്റർഡാം 86 എന്നാണ് എൻ്റെ ഓർമ്മ, അതോ 84 ആണ്, 86, ആംസ്റ്റർഡാം 86. എനിക്ക് തോന്നുന്നത് 86 ചേർന്ന ഒരു ഡെക്കേഡ്, 10 വർഷം ക്രിസ്തീയ ഗോളത്തിൽ നടന്നിട്ടുള്ള റെക്കോർഡ് ചെയ്യപ്പെട്ട പ്രധാന പ്രസംഗങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് എന്ന് ഡോക്ടർ ബില്ലി ഗ്രഹാം സർട്ടിഫൈ ചെയ്ത, ലോകവ്യാപകമായി ഒരുപാട് പ്രസംഗങ്ങൾ ആ ഡിക്കേഡിൽ നടന്ന ആ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സുവിശേഷീകരണത്തിൻ്റെ വൻകിട കൺവെൻഷനുകൾ നടക്കുക. ആ എല്ലാ കൺവെൻഷനുകളുടെ മെസ്സേജസ് ക്രിസ്ത്യൻ അനലിറ്റിക്സ് ഒരുമിച്ച് അനലൈസ് ചെയ്ത ശേഷം ആ ഡെക്കേഡിലെ ഏറ്റവും നല്ല മെസ്സേജ് എന്ന് പറഞ്ഞത് ഡോക്ടർ ബില്ലി കിമിൻ്റെ ആംസ്റ്റർഡാം 86 ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കൊറിയയിൽ പീഡകൾ നടക്കുന്ന സമയത്ത്, ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, നമ്മളും ഏറെക്കുറെ പലതും മുൻകണ്ട മതിയാവും. കൊറിയയിൽ പീഡകൾ നടക്കുന്ന ഒരു സമയത്ത് ഇതോടുകൂടെ കൊറിയയെ തീർത്ത് കളയാം, കൊറിയയിലെ ക്രിസ്ത്യാനിത്വത്തെ തീർത്ത് കളയാമെന്ന് അവിടുത്തെ ഗവൺമെൻറ് തീരുമാനിക്കുകയും
അതിനുവേണ്ടി ഒരു മിഷണറി കുടുംബത്തെ, 8 അംഗങ്ങളുള്ള ഒരു മിഷണറി കുടുംബത്തെ പരസ്യമായി കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇന്നൊരാളിനെ കൊന്ന ചരിത്രം, കൊന്ന മെത്തേഡ് ഈവൻ ഒരു പരസ്യ സ്ഥലത്ത് പ്രദർശിപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല. ഗവൺമെൻറ് അത്രയും മാറി. എന്നാൽ റഷ്യയിൽ നടന്നതല്ല. അതിക്രൂരമായി 8 അംഗങ്ങൾ, ഒരപ്പനും ഒരമ്മയും 6 കുഞ്ഞുങ്ങളുമുള്ള ഒരു മിഷണറി കുടുംബത്തെ കൊണ്ടുവന്നു. അവരെ അറസ്റ്റ് ചെയ്ത ശേഷം ന്യൂസ് പേപ്പറുകൾ പബ്ലിഷ് ചെയ്തു. ഇന്ന ദിവസം ഇന്ന മൈതാനത്ത് വെച്ച് അവരെ പരസ്യമായി കൊല്ലുവാൻ പോകുകയാണ്. നിങ്ങളിൽ ദൈവവിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവങ്ങളോട് പ്രാർത്ഥിര്. നിങ്ങളുടെ ദൈവങ്ങൾക്ക് ഇവരെ വിടുവിക്കാമെങ്കിൽ വിടുവിക്കട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും വിലയുള്ളൂ എന്ന് നിങ്ങൾ കണ്ടോണം. എന്നിട്ടൊരു പരസ്യ മൈതാനത്ത് ആളുകൾക്ക് നിന്ന് കാണത്തക്കവണ്ണം ഗ്യാലറികൾ ഉണ്ടാക്കി. ബില്ലിക്കും പറഞ്ഞത് 10,000 അവിടെ അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഉപവസിച്ച്, പ്രാർത്ഥിച്ച് കാര്യമായി ഒരുമിച്ച് കൂടി അവരെ വട്ടം നിർത്തിക്കൊണ്ട് ഒത്ത നടുക്കൊരു കുഴി കുഴിച്ചു. ആ കുഴിക്കകത്ത് മൂത്ത മിഷണറിയുടെ മൂക്കിൻ്റെ മുകളിൽ വരെ മണ്ണിടത്തക്ക വലിപ്പമുണ്ട്. അതിനകത്തേക്ക് മിഷണറി ഇറക്കി, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇറക്കി, അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കി. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ പരസ്യമായി പറഞ്ഞതാണ്. കുഞ്ഞുങ്ങളെ ഇറക്കി പതുക്കെ പതുക്കെ മണ്ണിടാൻ തുടങ്ങി. പറഞ്ഞു, ഏത് സമയത്ത് യേശുവിനെ ഉപേക്ഷിക്കുന്നു അന്നേരം നിങ്ങൾക്ക് രക്ഷപ്പെടാം. എപ്പോഴും യേശുവിനെ ഉപേക്ഷിക്കുന്നു ചെയ്യ്. മുഴുവൻ ജനവും അലറി കരഞ്ഞുകൊണ്ട് അവരെല്ലാം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എവിടെയെങ്കിലും വിടുവിക്കണമേ അവരവരുടെ ദൈവങ്ങളോട്. ഏറ്റവും ഇളയ കുഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, എൻ്റെ ഓർമ്മയിൽ 5 വയസ്സോളം പ്രായം വരുന്ന കുഞ്ഞ്, അതിൻ്റെ നെഞ്ചിൻ്റെ മുകളിൽ മണ്ണായി. അതിന് ശ്വാസം വലിക്കാൻ പ്രയാസമായി. കാര്യം മണ്ണുകൊണ്ട് 6 മാലി അസ്ഥികൾ വികസിക്കത്തില്ല. ശ്വാസം വലിക്കാൻ വയ്യാതായപ്പോൾ ആ കുഞ്ഞ് അപ്പൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അപ്പ എന്നെ ഓർത്ത് യേശുവിനെ ഉപേക്ഷിക്കൂ, എനിക്ക് ശ്വാസം വിടാൻ വയ്യ. പെട്ടെന്ന് അമ്മ പെറ്റതള്ള അപ്പൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, വേണ്ട, യേശുവിനെ ഉപേക്ഷിക്കരുത്. ആ കൊച്ചു പൈതലിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട്, കുഞ്ഞെ സ്വീറ്റ് ബൈ ബൈ. ഇന്ന് നമ്മൾ അപ്പുറത്ത് കാണും. ഇന്ന് നമ്മൾ അപ്പുറത്ത് കാണും. സ്വീറ്റ് ബൈ ബൈ, യേശുവിനെ ഉപേക്ഷിക്കരുത്. അപ്പോഴത്തേക്ക് 2ാമത്തെ കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അപ്പ ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല, മണ്ണ് കൊണ്ട് ഭാരം കൊണ്ട് ശ്വാസം എടുക്കുന്നില്ല, എന്നെ ഓർത്ത് യേശുവിനെ ഉപേക്ഷിക്ക്. അമ്മ പറഞ്ഞില്ല കുഞ്ഞ്, സ്വീറ്റ് ബൈ ബൈ. ഇന്ന് നമ്മൾ അക്കരെ കാണും. 8 അംഗങ്ങളും മണ്ണിൽ മൂടി. ഒരു ദൈവവും ഇറങ്ങി വന്നില്ല, ആരും രക്ഷിച്ചില്ല. അതോടെ ബില്ലിക്കിമിൻ്റെ വാചകമാണ്, കൊറിയക്കാർ തീരുമാനിച്ചു, ഇനി മുതൽ ഒരൊറ്റ മനുഷ്യൻ പോലും യേശുവിനെ ആരാധിക്കാൻ വരത്തില്ല. കാര്യം അവരുടെ കൺമുൻപിൽ കണ്ടതല്ലേ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പിറ്റേ ഞായറാഴ്ച അതുവരെ പള്ളി പോകാത്തവനൊക്കെ പള്ളിയിലായി. ദീർഘദൂരം നടന്ന് ആളുകൾ വരികയാണ്. പെർസിക്യൂഷന് സഭയെ പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. 8 മെമ്പേഴ്സുള്ള മിഷണറി ഫാമിലി അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പെർസിക്യൂട്ടഡ് ചർച്ച് ഈസ് എ ഗ്രോയിങ് ചർച്ച്. പീഡ അനുഭവിക്കുന്ന സഭ വളരുന്ന സഭയാണ്. എങ്കിൽ ഭാരതസഭ ദൈവകൃപയാൽ നമുക്കില്ല, എന്നാൽ ഭാരതസഭ ഇന്ന് പീഡ അനുഭവിക്കുകയാണ്. ഇതിൻ്റെ വളർച്ചയുടെ സമയമായി. പ്രേയിങ് ചർച്ച് ഈസ് എ ഗ്രോയിങ് ചർച്ച്. പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 3 കാര്യങ്ങൾ മാത്രം എടുത്തിട്ടു. ഗിവിങ് ചർച്ച് ഈസ് എ ഗ്രോയിങ് ചർച്ച്. കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു ഗ്ലിംസ് കാണിച്ചു വെച്ചാണ് നിർത്തിയത്. ദ മെനി വിൽ അക്സെപ്റ്റ് ദ മാർക്ക് ഓഫ് ദ ചോയ്സ്, അതേഴ്സ് ബൈ ഹെവി ഡിസെപ്ഷൻ. അന്തിക്രിസ്തുവിൻ്റെ, എതിർ ക്രിസ്തുവിൻ്റെ ചിഹ്നം 666 എന്ന ചിഹ്നം. അത് ഒരുപാട് രീതികളിൽ പഠിക്കാനുണ്ട്, ഒരുപാട് രീതികളിൽ. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനമായ പ്രതിപാദ്യ വിഷയം യേശുവാണ്. യേശു കഴിഞ്ഞാൽ തനിക്ക് എതിരായി വരുന്ന 2ാമത്തെ ശക്തിയാണ് എതിർ ക്രിസ്തുവിൻ്റെ ശക്തി, അല്ലെങ്കിൽ പൈശാചിക ശക്തി. അവൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അവൻ്റെ രീതികൾ എന്തൊക്കെയാണ്, നമ്മൾ ഒരളവിൽ വിശദമായി പഠിച്ചതാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും വീഴിച്ചു കളയേണ്ടതിന് അവൻ അനേക ഭാവഭേദങ്ങളിൽ പ്രത്യക്ഷപ്പെടും. പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. പക്ഷേ ആൻറ്റി ക്രിസ്ത്യാനിറ്റിയുടെ വിനമായിരിക്കും അവരുടെ അകത്തിരിക്കുന്നത് കാര്യം. വേറൊരാത്മാവ് അവരെ നടത്തുകയാണ്. മെനി വിൽ അക്സെപ്റ്റ് ദ മാർക്ക് ബൈ ചോയ്സ്. ഒരുപാട് പേര് പറയുന്ന ഉടനെ മാർക്ക് അംഗീകരിക്കും. കാര്യം അതുകൊണ്ട് ഇന്ന ഗുണമുണ്ടെന്ന് പറയുന്നതോടെ എതിർ ക്രിസ്തുവിൻ്റെ മാർക്ക് അംഗീകരിക്കും. വേറെ ഒരുപാട് പേരെ തൻ്റെ ബൈ ഡിസെപ്ഷൻ അനേകരെ വഞ്ചിച്ചതീപ്പിക്കും, ഒടുവിൽ നിർബന്ധിച്ചേൽപ്പിക്കും. ഇതെല്ലാം വെവ്വേറെ തരങ്ങളാണ്. ഞാൻ ഇന്ന് വഞ്ചനയെക്കുറിച്ച് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആൻറ്റി ക്രൈസ്റ്റ് ഈസ് ദ വൺ ഹൂ ഒപ്പോസസ് ദ വർക്ക് ഓഫ് ഗാഡ്.
ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ എതിർക്കുന്നവനെയാണ് എതിർ ക്രിസ്തു എന്ന് പ്രധാനമായും വിളിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ എതിർക്കുന്നവനെ എതിർ ക്രിസ്തു എന്ന് വിളിക്കുന്നു. ഇത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യങ്ങളിൽ, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ 1-ാം നൂറ്റാണ്ടിൽ എഴുതുക, അന്ത്യകാലത്തിൻ്റെ ആരംഭഘട്ടത്തിലേക്ക് നാം കടന്നു. ആ കാലത്ത് തന്നെ ഞാനിതിൻ്റെ വലത്തുവശത്ത് 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന ചിത്രം എതിർ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ആളത്വ രൂപമാണ്. 7 കൊമ്പും 10 തലയുമുള്ളതായ ഒരു മൃഗം. അത് ഒത്തിരി മൃഗങ്ങളോട് സാദൃശ്യമുള്ളതാണ്. അത് നടന്നു വരുന്നു. ചുവപ്പാണ് അതിൻ്റെ നിറം. അതിൻ്റെ മുകളിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവൾ ലഹരി കഴിച്ച് മത്തു പിടിച്ചിരിക്കുകയാണ്. അവളും ചുവപ്പാണ് ധരിച്ചിരിക്കുന്നത്. ഇതാണ് എതിർ ക്രിസ്തുവിൻ്റെ അന്തിമ രൂപം. ഇതിനകത്ത് 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് ഒരു ഫിസിക്കൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. ഞാൻ ആ ഫിസിക്കൽ ഗവൺമെൻറ്റിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ വിശദമായി എടുത്ത സഭകൾ കുറവായിരിക്കാം. വളരെ വിശദമായി എടുത്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് 1-1.5 വർഷങ്ങൾക്ക് പുറകിൽ, മേ ബി 2 വർഷങ്ങൾക്ക് പുറകിൽ. 2, അതിനകത്തൊരു പൈശാചിക വശമുണ്ട്. ഭൂമിയിൽ നിന്ന് ഈ ചുവന്ന മൃഗം വരുമ്പോൾ മുകളിൽ നിന്ന് ചുവന്ന നിറമുള്ള ഒരു സർപ്പം അതിൻ്റെ സകല ശക്തിയും ഇതിൻ്റെ മേൽ പകരും. ഇതിൻ്റെ മുകളിലിരിക്കുന്ന സ്ത്രീയെ ഒരു ഫോൾസ് റിലീജിയസ് സ്പിരിറ്റായിട്ടാണ് കാണിക്കുന്നത്, ഒരു ദുരാത്മാവായിട്ടാണ് കാണിക്കുന്നത്. ഇത് 3 കൂടെ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇറ്റ്സ് എ വൂൾഫ്. ഒരു സ്റ്റെപ്പ് നമ്പർ 1 ഇറ്റ്സ് എ സ്പിരിറ്റ്. ഞാൻ സ്പിരിറ്റ് എന്നുള്ള ആശയം ഒന്നുകൂടെ എടുക്കാൻ പോകുകയാണ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ആടുകളുടെ തോല് ധരിച്ച ചെന്നായയാണ് മേളിൽ കാണിച്ചിരിക്കുന്നത്. മുമ്പേ ഞാനതിനെ താഴെ കാണിച്ചു, ഇപ്പം ഞാനതിനെ മേളിൽ കാണിക്കുകയാണ്. ആടിൻ്റെ തോല് ധരിച്ചതായ ചെന്ന കണ്ടാൽ ഒരു ആട് എന്ന് നമുക്ക് തോന്നും. സത്യത്തിൽ അത് ആടല്ല, തനി ചെന്നായ. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇറ്റ്സ് എ സ്പിരിറ്റ്. എതിർ ക്രിസ്തുവിൻ്റെ വരവ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എതിർ ക്രിസ്തുക്കൾ അനേകർ എഴുന്നേറ്റിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റെങ്കിൽ എതിർ ക്രിസ്തു ഒന്നേ പറ്റത്തുള്ളൂ, ഒരുപാട് പറ്റുകയില്ല. എന്താ പിന്നെ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്? ഒരാത്മാവാണെന്ന് കാണിക്കാനാണ്. സ്റ്റെപ്പ് നമ്പർ 2, അതിനകത്തൊരു ഗവൺമെൻറ് ഉണ്ടായിരിക്കും. നമ്മൾ ഇന്ന് ആ ഗവൺമെൻറ്റിനെ തൊടുന്നില്ല. സ്റ്റെപ്പ് നമ്പർ 3, ഇറ്റ് ഈസ് എ ഡ്രാഗൺ, ദ ഡെവിൾ. മൂന്നാമത്തേത് ഒരു പൈശാചിക പ്രവർത്തനമാണ്. ഒരു ഡ്രാഗനായി ബൈബിൾ അതിനെ ചിത്രീകരിക്കുന്നു. നമ്മൾ അവിടെയും തൊടുന്നില്ല. ആത്മാവായി വെളിപ്പെടുന്ന ഒരു കാര്യം ഞാൻ തൊടാൻ പോവാം. പോസിറ്റീവ് സൈഡിൽ ആദ്യമേ തൊട്ട് തുടങ്ങട്ടെ. മലാഖിയുടെ ലേഖനം, പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകമാണല്ലോ. മലാഖിയുടെ ലേഖനം 4-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിൽ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുന്നമേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഏലിയ പ്രവാചകനെ അയക്കും. ഏലിയ പ്രവാചകൻ എന്നതൊരു വ്യക്തിയായി, മനുഷ്യനായി മാത്രമേ അന്നുള്ള ലോകത്തിന് മനസ്സിലാകത്തുള്ളൂ. അത്രേ അവർക്ക് മനസ്സിലായുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം അതിനകത്തൊരാത്മീക വശം ഇല്ലെന്നല്ല, അതിനകത്തൊരാത്മീക വശമുണ്ട്. ഒന്നുകൂടെ ആവർത്തിക്കാം. മലാഖി പ്രവചനം അവസാനത്തെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ അന്തിമകാലത്ത് ഒരു ഏലിയാവിനെ അയക്കും എന്ന് പരിശുദ്ധാത്മാവ് പ്രവാചകൻ മുഖേന വിളിച്ചു പറഞ്ഞു. ഞാൻ അടുത്തത് പോകാം. ഇറ്റ്സ് എ സ്പിരിറ്റ്. മലാഖി 4-ഉം 5-ഉം 6-ഉം നമ്മൾ കണ്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാകുമ്പോൾ യോഹന്ന സ്നാപകൻ്റെ വരവിനെക്കുറിച്ച് ഹെബ്രിയേൽ മാലാഖ വന്ന് തൻ്റെ സഖരിയ പുരോഹിതനോട് സംസാരിക്കുക. സഖരിയാവ് താനും തൻ്റെ ശുശ്രൂഷയുടെ അന്ത്യവേളയിൽ തൻ്റെ വട്ടം തികയ്ക്കേണ്ടതിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നുപോയിരിക്കുകയാണ്. തൻ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. സാധാരണഗതിയിൽ താൻ അവിടെ പോയി പ്രാർത്ഥന കഴിച്ച് മടങ്ങി വരുവാൻ ജനമെല്ലാം കാത്തു നിൽക്കുകയാണ്. ചില മിനിറ്റുകൾ മാത്രം മതി. പക്ഷേ ഇന്ന് സഖരിയാവ് താമസിച്ചു. സഖരിയാവ് താമസിച്ചതുകൊണ്ട് എന്താ കാര്യമെന്ന് ആളുകൾ ഭയന്ന് നോക്കി നിൽക്കുക. പക്ഷെ സഖരിയാവ് കാണുന്നത് തേണ്ട ഒരു ദൈവദൂതൻ ഇറങ്ങി വന്നു. അദ്ദേഹം ധൂപം കാട്ടുന്ന ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് ഒരു ഹെബ്രിയേൽ മാലാഖ വന്ന് നിൽക്കുക. വന്ന് നിന്നേച്ച് പറഞ്ഞു, സഖരിയാവേ, നിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തി. നിനക്ക് ഞാനൊരു മകനെ തരാൻ പോകുകയാണ്. അവന് യോഹന്നാൻ എന്ന് പേർ വിളിക്കണം. സഖരിയാവ് കണ്ടു, ഭയപ്പെട്ടു. ഞാൻ ആ ഭാഗങ്ങളുടെ വിശദീകരണത്തിന് പോകുന്നില്ല.
ആ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുകയാണ്, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ആ വന്നത് ഏലിയാവല്ല, യോഹന്നാനാണ്. പക്ഷെ യോഹന്നാനിൽ ദൈവം പകർന്ന ആത്മാവ് ഏലിയാവിൻ്റെ ആത്മാവാണ്, ഏലിയാവിൻ്റെ ശക്തിയാണ്. പ്രവചനത്തിൻ്റെ ഭാഗിക നിവൃത്തീകരണത്തിലേക്ക് വരികയാണ്. ഇനിയും ഏലിയാവ് വരും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, വരുന്നത് ഏലിയാവിൻ്റെ രൂപത്തിലാകണമെന്നില്ല, ഇനിയും ഏലിയാവ് വരും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നമേ അന്ത്യകാലത്തിൻ്റെ ആരംഭഘട്ടം, ഇത് അന്ത്യകാലമാകുന്നുവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയത് നമ്മൾ വായിച്ചു. ഇവിടെത്തേണ്ട ഹിബ്രിയേൽ മാലാഖ ഇറങ്ങി പറയുകയാണ്, അന്ത്യകാലത്ത് അയക്കുമെന്ന് മലാഖി പ്രവാചകൻ മുഖേന പറഞ്ഞത് ഇന്നേ തുടങ്ങുക. അതിൻ്റെ സാക്ഷാൽ അന്ത്യമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10,000 ശിഷ്ടം വർഷങ്ങളുടെ മുന്നോട്ട് പോകണം സഖരിയാവേ. എന്നാൽ ആ സീസണിൻ്റെ ആരംഭം കുറിച്ച് കഴിഞ്ഞു. അതിനുവേണ്ട ഒരു ആത്മാവ് വെളിപ്പെടാൻ പോകുകയാണ്. ഏലിയാവിൽ വ്യാപരിച്ചിരുന്ന ആത്മാവ്, ഏലിയാവിൽ വ്യാപരിച്ചിരുന്ന ശക്തി, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നിൻ്റെ മകനായി ജനിക്കുവാൻ പോകുന്ന യോഹന്നാനിൽ ഉണ്ടായിരിക്കും. ഇനിയും കർത്താവ് യേശു അതിനെക്കുറിച്ച് പറയുന്നത്, യേശു തന്നെക്കുറിച്ച് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 11:14, നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. സ്നാപക യോഹന്നാനെക്കുറിച്ച് പറയുകയാണ്, ഏലിയാവ് വരുമെന്ന് മലാഖി പ്രവചനം വിളിച്ചു പറഞ്ഞല്ലോ, തുടങ്ങി ഇവിടെ. ഇത് ആത്മാവാണ്. ആ ആത്മാവ് ഇവനിൽ ആവസിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ആവസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് പോലെ തന്നെ എതിർ ക്രിസ്തു അവൻ ഉള്ളവൻ്റെ മേൽ തൻ്റെ ആത്മാവിനെ അയച്ച് 1-ാമത്തെ നൂറ്റാണ്ട് മുതൽ അവൻ്റെ ക്രിയകൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യം മറക്കരുത്. ഞാൻ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എന്ന ആശയത്തിലേക്ക് കയറട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ വാഗൊണ്ട് യേശു പറയുകയാണ്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇതേ കാര്യം മർക്കോസ് 13:22 ഉണ്ട്. യേശു പറഞ്ഞു, നിങ്ങളെ തെറ്റിച്ച് കളയേണ്ടതിന് വേണ്ടി വരുന്നത് എതിർ ക്രിസ്തുവാണ്, ക്രിസ്തു അല്ല. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വരുന്നതിനാൽ നിങ്ങളെ തെറ്റിക്കേണ്ടതിന് വേണ്ടി ഒരാത്മാവ് ചിലരുടെ മേൽ വ്യാപരിക്കും. അവർ കള്ളക്രിസ്തുക്കളാണ്, കള്ളപ്രവാചകന്മാരാണ്. എൻ്റെ പേരെടുത്തുകൊണ്ട് അനേകർ വരും. ഒരുപാട് ഭാഗങ്ങളിൽ ഇത് എഴുതുന്നുണ്ട്. എൻ്റെ പേരെടുത്തുകൊണ്ട് അനേകർ വരും, ദൈവനാമത്തിലാണ്, ദൈവമാണെന്ന് പറഞ്ഞ്. പക്ഷെ അവർ എൻ്റെ പ്രവൃത്തികളല്ല ചെയ്യുന്നത്, എൻ്റെ ഉപദേശങ്ങളല്ല പഠിപ്പിക്കുന്നത്. അവർ വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങളായിരിക്കും പഠിപ്പിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു ക്രിസ്തുവിനെയാണ് അവർ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പഠിപ്പിക്കാത്ത വേറൊരു സുവിശേഷമാണ് അവർ പഠിപ്പിക്കുന്നത്. ഇത് എതിർ ക്രിസ്തുവാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ ടാസ്ക് എന്താണ്? കഴിയുമെങ്കിൽ വൃതന്മാരെ. അവൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് വഴിയെ പോകുന്ന ഒരുവനെയല്ല, അവൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ദൈവസഭയാണ്. അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വരും. അവരുടെ കൈകൊണ്ട് അത്ഭുതങ്ങൾ നടക്കും. ഇവിടെ ഞാൻ ചില വിശദീകരണങ്ങളിലേക്ക് പോകുകയാണ്. ഒന്ന്, കള്ളക്രിസ്തുക്കൾ. അതെ, ഞാൻ ക്രിസ്തുവിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞ് വന്നവരുണ്ട്. ഞാൻ അവരെ തൊടുന്നില്ല, കാര്യം നമുക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും, വളരെ എളുപ്പമാണ്. കള്ളപ്രവാചകന്മാർ. പ്രവാചകൻ എന്ന വാക്കിന് വേദപുസ്തകത്തിൽ 2 അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, വരുവാനുള്ള കാര്യങ്ങളെ ആത്മാവിൽ വെളിപ്പെടുത്തി വിളിച്ചു പറയുക. അതിനകത്ത് സത്യമായ പ്രവചനങ്ങളുമുണ്ട്, കള്ളപ്രവചനങ്ങളും വന്നെന്ന് വരാം, അതിൽ പലതും വരും. 2, വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നവരെയും പ്രവാചകന്മാർ എന്ന് വിളിക്കും. അവർ ദൈവവചനത്തെ വ്യാഖ്യാനിക്കും. ദൈവമക്കൾ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്നത് ദൈവിക കാഴ്ചപ്പാടിലാകുമ്പോൾ ഇവർ വ്യാഖ്യാനിക്കുന്നത് ഭൗതിക കാഴ്ചപ്പാടിലായിരിക്കും. അവരവരുടെ ഇഷ്ടത്തിന് ഒത്തവണ്ണമായിരിക്കും. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ദൈവത്തിൻ്റെ മനുഷ്യൻ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സകല വചനത്താലും ജീവിക്കണം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പണ്ടൊരിക്കൽ വചനം വന്ന് നിന്നില്ല, ഇന്നും അത് വന്നുകൊണ്ടിരിക്കും. യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി സാത്താൻ യേശുവിനെ പരീക്ഷിക്കുമ്പോൾ യേശു അവനോട് പറഞ്ഞ വാചകമാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ഉപജീവനം കഴിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് കണ്ടിന്യൂസായി വാക്കുകൾ വന്നുകൊണ്ടിരിക്കും, വചനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് നമ്മെ തെറ്റിക്കേണ്ടതിന് വേണ്ടി തെറ്റിച്ച് പറയുന്നവരുണ്ട്. ഇതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ തെറ്റിച്ച് പഠിപ്പിക്കുന്നവരുണ്ട്. ഇവരെ കള്ളപ്രവാചകന്മാർ എന്ന് ബൈബിൾ വിളിക്കുന്നു. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേക്കും. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുക.
സാധാരണക്കാരനെ തെറ്റിക്കുവാൻ ഒരു കുപ്പി കള്ളു വാങ്ങിച്ചു കൊടുത്താൽ മതി. സാധാരണക്കാരനെ കളിപ്പിക്കേണ്ടതിന് വേണ്ടി അതുപോലുള്ളൊരു ഹീനപ്രവൃത്തിക്ക് വേണ്ടി അയച്ചാൽ മതി. പക്ഷെ വൃതന്മാരെ തെറ്റിക്കണമെങ്കിൽ കള്ളുകുപ്പിയും കൊണ്ട് വന്നാൽ എം എ വർഗീസ് പോകത്തില്ല. അതുപോലൊരു താണ ഒന്നും കൊണ്ടുവന്നാൽ നമ്മിലാരും വീഴത്തില്ല. പകരം തിരുവചനത്തിൻ്റെ വ്യാഖ്യാനം ദുർവ്യാഖ്യാനം നടത്തിയാൽ ഒരു പക്ഷേ നമ്മെ വീഴിക്കുവാൻ കഴിഞ്ഞേക്കാം. അതേ സമയത്ത് യേശു ഒടുവിൽ പറഞ്ഞു, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. ഇതെല്ലാം ഉണ്ടെങ്കിലും ശവമുണ്ടെങ്കിൽ മാത്രമേ കഴുക്കൽ കൂടത്തുള്ളൂ. വചനമുണ്ടെങ്കിൽ മാത്രമേ, ദൈവപ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാക്കൾ ഒരുമിച്ച് വരത്തുള്ളൂ. അല്ലാത്ത ദുർവ്യാഖ്യാനങ്ങളുടെ മുമ്പിൽ ആത്മാക്കൾ വരത്തില്ല. കള്ളപ്രവർത്തനങ്ങളുടെ മുമ്പിൽ ആത്മാക്കൾ വരികയില്ല. യേശു 28-ാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. ഇനിയും അധർമ്മത്തിൻ്റെ മർമ്മവും അധർമ്മത്തിൻ്റെ മൂർത്തിയും രണ്ടാശയങ്ങൾ കാണാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ അധർമ്മത്തിന് എതിർ ക്രിസ്തുവിനെക്കുറിച്ചും പൈശാചിക ശക്തിയെക്കുറിച്ചും പറയുന്ന ഒരു പദപ്രയോഗമാണത്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അതൊരാത്മരൂപത്തിൽ ഇന്ന് തന്നെ വരുന്നുണ്ട്. ഒരാത്മരൂപത്തിൽ അത് ഇന്ന് തന്നെ വരുന്നുണ്ട്. എന്നാൽ ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. ഞാൻ ആ പദം ഒന്നുകൂടെ വിശദീകരിക്കാം. ആരാണ് ഇതുവരെ തടയുന്നത്? 1, യേശു തടയുന്നുണ്ട്. 2, പരിശുദ്ധാത്മാവാണ് പ്രധാനമായും എതിർ ക്രിസ്തുവിനെ തടയുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അധർമ്മത്തിൻ്റെ മൂർത്തിരൂപം വെളിപ്പെടുന്നതിന് മുന്നമേ ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറണം. ഇതുവരെ തടയുന്നതിലെ പ്രധാന വ്യക്തിത്വങ്ങൾ 1 യേശുവാണ്, 2 പരിശുദ്ധാത്മാവാണ്, 3 ദൈവത്തിൻ്റെ സഭയാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ സഭയുടെ പ്രവർത്തനം നടക്കുന്ന ഇടത്ത് പൈശാചിക പ്രവർത്തനങ്ങൾ അല്പം കൂടെ താമസിക്കും. സഭ അതിനെ എന്നും തടസ്സപ്പെടുത്തും. ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോകുകയായിരുന്നില്ല തിരുവചനത്തിലെ അപ്പോസ്തലന്മാർ ചെയ്തത്. അവർ സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും അവരതിനു വേണ്ടി വാദിക്കുകയും ചെയ്തു. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും അത് തന്നെയായിരുന്നു. ഇന്നും ദൈവസഭയിൽ സഭ ഉള്ളയിടത്ത് പൈശാചിക പ്രവർത്തനങ്ങൾ തടയുവാൻ ദൈവവചനത്തിൻ്റെ ശരിയായ വ്യാഖ്യാനവും പ്രവചനങ്ങളുടെ ശരിയായ തത്വവും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ സഭയെ അതുകൊണ്ട് സഭ ഒരളവിൽ അതിനെ തടയും. ഈ സഭയെ നടത്തിക്കൊണ്ടു പോകുന്നത് പരിശുദ്ധാത്മാവാണ്. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സഭ രൂപീകരിക്കുകയും ചെയ്തു. പുതിയ നിയമ പുസ്തകത്തിൽ സഭ എന്ന പദം ആദ്യമായി കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ രൂപീകരിക്കുന്നത്. വിശ്വസിച്ചവരുടെ കൂട്ടം ഒരുമിച്ചിരുന്നു, ശിഷ്യന്മാരുടെ കൂട്ടം ഒരുമിച്ചിരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവരുടെ മേലൊരു സീലിട്ടു. ആ സീലിൽ അടിച്ചിരുന്നത് സഭ എന്നായിരുന്നു. സഭ രൂപീകരിക്കുകയും ചെയ്തു. ഈ കാലങ്ങളിലെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്താൽ സഭ വീണു പോകാതിരിക്കുവാൻ ഞാനിത് പറയുന്നത് വലിയ ഹൃദയഭാരത്തോടെ. ഇത് അന്ത്യനാളുകളാകയാൽ നമ്മിൽ ഒരൊറ്റയാൾ നഷ്ടപ്പെടരുത് എന്ന ചിന്തയോടുകൂടെയാണ്. ഞാൻ ഒരു പദം കൂടെ ഇതിനിടയ്ക്കൊന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ സർജറിയുടെ സമയത്ത് ഒരു ദൂതൻ തൻ്റെ കൂടെ നിൽക്കുന്നതായി ഞാൻ തീർത്തും ബോധം കെട്ട് കിടക്കുമ്പോഴല്ല. കാര്യം ലോക്കൽ അനസ്തേഷ്യ മാത്രം കൊടുത്ത് നടക്കുന്ന ഒരു സർജറിയിൽ സെമി കോൺഷ്യസ് കണ്ടീഷനിൽ ഒരാൾ കാണുകയാണ്. ഒരു ദൂതൻ തൻ്റെ കൂടെ സർജറി തീരുന്നത് വരെ നിൽക്കുക. ആ സമയത്ത് മറ്റൊരു സഹോദരി ഒരു വെളിപ്പാട് കണ്ടേച്ച് ഇങ്ങനെ പറഞ്ഞു, ഒരു കന്യകയെ മണവാട്ടിയായി ഒരുക്കുന്ന ഒരു കാഴ്ച സഭയുടെ മുമ്പിൽ താനിങ്ങനെ കാണുകയുണ്ടായി. ആ വസ്ത്രങ്ങൾ തിളങ്ങുന്നതാണ്, പക്ഷേ ചില ഇടങ്ങൾ വസ്ത്രങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ചില ഇടങ്ങൾ ഞാൻ പറഞ്ഞ എനിക്കത് മനസ്സിലാകുന്നത് 1-2 അർത്ഥങ്ങളിലാണ്. 1, സഭയ്ക്കകത്ത് ചില വ്യക്തികൾ കംപ്ലീറ്റ് ആയിട്ടില്ല. കഴിയുമെങ്കിൽ വൃതന്മാരെയും വീഴിക്കുവാൻ ഒരു വശത്ത് ശത്രു നിൽക്കുമ്പോൾ ഇല്ല, വരങ്ങളാലും ആഭരണങ്ങളാലും സഭയെ കർത്താവ് പരിപൂർണമാക്കണം. അതിന് കഴിയുന്നത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ സഭയും തയ്യാറാണ്. കംപ്ലീറ്റ് ഒന്നാക്കുവാൻ, മണവാട്ടിയെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് ഒന്ന് ഇടയാക്കട്ടെ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഒരിക്കലൊരു വിവാഹം നടക്കേണ്ടതുണ്ട്. അതിന് വിവാഹം കഴിക്കാനുള്ള മണവാട്ടി വന്നു. എനിക്ക് നമ്മുടെ പുറകിലുള്ളതായ ആ ഹാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ആ മോളെ ഒരുക്കുക. പയ്യന് ഡയറക്റ്റ് ചർച്ച് വന്നു. അപ്പോൾ ഈ മോളെ ഇനി ഇറക്കിക്കൊണ്ട് വരാൻ വേണ്ടി സമയമായി. ഇവിടെ വിവാഹം തുടങ്ങാൻ സമയമായപ്പോൾ ആ പെൺകുട്ടിയുടെ ബ്രദർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ബ്രദറിനോടായിരിക്കും, ചുമതലപ്പെട്ട ആരോടോ ഒരാളിനോട് ഞാൻ പറഞ്ഞു, ബ്രദറെ മോളെ ഇനി ഇറക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പദമുണ്ട്, പാസ്റ്ററെ, ആ ഫൈനൽ ടച്ച് നടക്കുക.
കുഞ്ഞിനെ അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്ന കൂട്ടത്തിൽ അവിടെ ഇവിടെയും വേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇട്ട പൗഡർ മാറിക്കാണും, ഐ ഡോണ്ട് നോ. ആ പദം ഇതായിരുന്നു, ആ ഫൈനൽ ടച്ച് നടക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് അവൾ ഇനി വരും. സഭയ്ക്കൊരു ഫൈനൽ ടച്ച് കൊടുക്കുവാൻ കർത്താവ് ആക്കുന്നവർക്കായി സ്തോത്രം, കർത്താവ് നിർത്തുന്നവർക്കായി സ്തോത്രം. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ആ മർമ്മത്തെ തന്നെ തടയുന്ന ഒരു ശക്തിയുണ്ട്. തടയുന്ന ഒന്നാമത്തെ വ്യക്തി യേശുവാണ്. യേശുവിൻ്റെ സാന്നിധ്യമുള്ള ഇടത്ത് ദുരാത്മാവിന് നിൽക്കാനൊക്കത്തില്ല, അശുദ്ധാത്മാവിന് നിൽക്കാനൊക്കത്തില്ല. ഞാൻ ആ പറയുമ്പോൾ തന്നെ ഒരു മറുവശം ഓർത്തോണം. യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് ലൂസിഫറിനെ അനുവദിച്ചപ്പോൾ അവൻ യേശുവിനെ ഒരു ഉയർന്ന പർവ്വതത്തിലും പിന്നെ ദേവാലയത്തിൻ്റെ അഗ്രത്തും അവന് തോന്നിയിടത്തൊക്കെ കൊണ്ട് നിർത്തി. അവിടെ ഒക്കെ നിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. അവിടുന്ന് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അവൻ പോകുന്നില്ല, പക്ഷെ തൻ്റെ വാക്കിൽ അവൻ മാറി. പല ചോദ്യങ്ങളായി യേശു പറഞ്ഞു, ഞാൻ അപ്പം കൊണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും, അഥവാ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സകല വാക്കുകൾ കൊണ്ടുമാണ് ജീവിക്കുന്നത്. അവൻ പിന്നെയും ചോദ്യം മുറുകിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, വേദപുസ്തകത്തിൻ്റെ യഥാർത്ഥ തർജ്ജമ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം യേശു അവസാനം തിരിച്ച് പറഞ്ഞു, സൈറ്റൻ ഗെറ്റ് ബിഹൈൻഡ് മീ, സാത്താനെ പുറയിലോട്ട് മാറുന്നില്ലടാ. ഇതുവരെ നീ വന്ന് എൻ്റെ ഒപ്പം നിന്ന്, എന്നോട് പലതും പറഞ്ഞുകൊണ്ടിരുന്നു. നൗ ഗെറ്റ് ബിഹൈൻഡ് മീ, ഇവിടുന്ന് മാറുന്നില്ല, ഇനി തുടർന്ന് നിന്നോട് സംസാരിക്കാനില്ല. നിശ്ചയമായും യേശുവിനെ തടയുവാൻ കഴിയും, എന്നാൽ ഒരളവിൽ അനുവദിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവാണ് പ്രധാനമായും ഈ പൈശാചിക പ്രവർത്തനത്തെ തടയുന്നത്. പക്ഷേ കാഹളം ധ്വനിക്കും. യേശുവിൻ്റെ മടങ്ങിവരവിൽ വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. അത് അവരുടെ കാര്യമാണ്. ബഹുജനം പലവിധം. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എടുത്തു പറയുകയാണ്. ഒരു ദിവസം കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ആബാലവൃദ്ധം ഉയർത്തെഴുന്നേൽക്കും. അവർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ മേഘത്തിലെടുക്കപ്പെടും. നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവ് കൂടെ പോകും. സഭ ഈ മണ്ണിൽ ആരംഭിച്ച ആത്മാവ് സഭയുമായി ഈ മണ്ണിൽ നിന്ന് കയറിപ്പോവും. അന്ന് ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറുകയും അധർമ്മത്തിൻ്റെ മർമ്മം മാറി മൂർത്തിഭാവം വെളിയിൽ വരും. 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിൻ്റെ മേൽ അശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞ വ്യാജമതങ്ങൾ കയറിയിരുന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഭരണം ആരംഭിക്കുകയും അധർമ്മത്തിൻ്റെ മൂർത്തിഭാവം വെളിപ്പെടുകയും ചെയ്യും. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7-8 വാക്യം. അധർമ്മത്തിൻ്റെ മർമ്മം, അഥവാ ആത്മാവ്, ചതി, വഞ്ചന, സഭയെ ഇല്ലാതാക്കുക, അത് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. നീങ്ങിപ്പോയാൽ 8-ാം വാക്യത്തിൽ അപ്പോൾ അധർമ്മം മൂർത്തി വെളിപ്പെട്ടു വരും. അവൻ നേരിട്ട് യുദ്ധം ചെയ്യുന്നത് യേശുവിനോടാണ്. അതോടുകൂടി യേശുവും പ്രത്യക്ഷനാകും. തൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് ശേഷം ഇവിടെ എതിർ ക്രിസ്തു വാണുകൊണ്ടിരിക്കുന്ന സമയത്തിൽ യെരൂശലേമിൽ ഒലിവുമലമേൽ അവൻ തൻ്റെ പാദം വെക്കും. ഒലിവുമല 2ആയി പിളരും. അതിൻ്റെ നടുവിൽ വലിയൊരു താഴ്വര ഉളവായി വരും. യേശുവിൻ്റെ 2-ാം വരവിൽ യേശു നേരിട്ട് എതിർ ക്രിസ്തുവുമായി യുദ്ധം ചെയ്യും. യുദ്ധം നടക്കുന്നത് ഒരു താഴ്വരയിൽ വെച്ചാണ്. ആ സ്ഥലം വരെ വളരെ ക്ലിയർ, അതിൻ്റെ പിക്ചർ വരെ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. പണ്ടൊരു കാലത്ത് പൈസ ഉണ്ടായിരുന്നൊരു യഹൂദൻ ആ ദേശം മുഴുവനും കൂടെ ഏതോ ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, ഞാൻ കംപ്ലീറ്റ് ഹിസ്റ്ററി അന്നിവിടെ എടുത്തിരുന്നു, കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഇന്നും ആ സ്ഥലം അവിടെ ഉണ്ട്. ആ താഴ്വരയിൽ വെച്ച് അന്തിമ യുദ്ധം നടക്കും. അന്ന് യേശു എതിർ ക്രിസ്തുവിനെ ജയിക്കും. ഇന്ന് അതിൻ്റെ ആത്മാവിനെ ജയിക്കുന്ന കടമ എൻ്റേതും നിങ്ങളുടേതുമാണ്. അനേക വഞ്ചനകളും ചതികളുമായി, തിരുവചനത്തിൽ നിന്ന് വിരോധമായ ആശയങ്ങളുമായി എൻ്റെയും നിങ്ങളുടെയും അടുക്കൽ വരുമ്പോൾ പറ, പിശാചേ, അധർമ്മത്തിൻ്റെ മർമ്മമേ പൊടാ, നിന്നെ ജയിക്കുവാൻ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ നിന്നെ ജയിക്കുകയാണ്. ഒടുവിൽ യേശു ഇറങ്ങി വരികയും ആ മൂർത്തിയെ തന്നെ നേരിടുകയും അവനെ തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കുകയും ചെയ്യും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എന്ന ആശയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊരിക്കൽ ഈ സ്ലൈഡ് ഞാൻ കാണിച്ചതാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കേണ്ടതിന് അവൻ വലിയ അടയാളങ്ങൾ കാണിക്കും. പോട്ടെ, മനസ്സിളക്കി വഷളാക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് ഇച്ചിരി മുമ്പേ ഞാൻ ഒരു കോൺട്രിബ്യൂഷൻ എടുത്ത് കാണിച്ചു വെച്ച് ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിൽ നിന്നുണ്ടാകും. എനിക്ക് എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തിയ, ശക്തീകരിച്ച ഒരു പ്രത്യേക കാര്യമുണ്ട്. പണ്ടൊരിക്കൽ ഏതാണ്ട് 10-30 വർഷങ്ങൾക്ക് പുറകിൽ ഇച്ചിരുടെ ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് ബാംഗ്ലൂരിൽ വെച്ച് ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ അതിൽ കൂടുതൽ ഒരു വിവരവും പറയുന്നില്ല. അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരു ദിവസം വന്ന് നമുക്ക് വേണ്ടി ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്യാൻ സാക്ഷ്യം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
ആ മനുഷ്യനിടയ്ക്ക് നമ്മുടെ ചർച്ച് വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചിൽ ചെല്ലണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ പ്രവചനാത്മാവിൽ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളുണ്ട്. അത് പ്രവചനാത്മാവിൽ എന്നോട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വേലയിൽ ഞാൻ അവിടെ കണ്ടത് 200ഓളം ഫ്രഷ് ക്രിസ്ത്യൻസ്, 200ഓളം പുതിയ ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തുവാൻ ആ ഒരു മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞു. കർത്താവ്, ഇതുപോലുള്ള ഇവരാരും ഈ 1500-ൻ്റെ പട്ടികയിലുള്ളതല്ല. ഇതുപോലുള്ള എത്രയോ പേരെ കർത്താവ് ഉപയോഗിക്കുന്നുവെന്ന് കാണുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. എനിക്ക് പരസ്യമായി പറയുവാൻ ഭയമുള്ളതുകൊണ്ട് ഞാൻ പറയാത്ത പലതുമുണ്ട്. എന്നാൽ ദൈവം കഴിഞ്ഞ നാളുകളിൽ ചെയ്ത വൻക്രിയകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഒരു പ്രത്യേക പ്രവണത, അത് പ്രവചനാത്മാവിൽ പറഞ്ഞതാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യം. ഇക്യോനിയിൽ അവർ ഒരുമിച്ചു, അതായത് പൗലോസും ബർന്നബാസും കൂടെയാണ്. യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ, ആ പദം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവർ പറഞ്ഞത് ഒരുപാട് യഹൂദന്മാർ വിശ്വസിച്ചു, അവർ ദൈവകൃപയിൽ മുന്നോട്ട് വന്നു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. ഇവൻ വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. ജാതികളുടെ മനസ്സ് വിശുദ്ധന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. ആ ഇളക്കി വഷളാക്കി എന്നിടത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദ പോയിസൺഡ് എന്ന ആശയമാണ്. ദ പോയിസൺഡ്, ചുമ്മാതിരിക്കുന്ന മനുഷ്യനെ പോയിസൺ ചെയ്തുകൊണ്ട് ദൈവമക്കൾക്കെതിരെ കൊണ്ടുവരുന്ന ഒരു പ്രവണത എതിർ ക്രിസ്തുവിൻ്റേതാണ്. ഗ്രഹിക്കാവുന്നവർ ഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തും കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചും കൊണ്ടിരുന്നു. എന്നോട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ, പാസ്റ്ററെ, അവിടെ വലിയ വളർച്ച ഉണ്ടായി, അവിടെ വലിയ വിജയമുണ്ടായി. ഈ ദിവസങ്ങളിൽ എതിർ ക്രിസ്തു ഒരു വശത്തൂടെ എതിർക്കുമ്പോൾ, അവൻ്റെ ആത്മാവ് ഒരു വശത്തൂടെ വരുമ്പോൾ വിശ്വസിച്ച് നേരെ നിൽക്കുവാൻ കഴിയുമെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ കർത്താവിന് വേണ്ടി വേർതിരിപ്പാൻ കഴിയും. ബട്ട് ദ വേൾഡ് വിൽ വർഷിപ്പ് ദി ആൻറ്റി ക്രൈസ്റ്റ്. ലോകം ആൻറ്റി ക്രൈസ്റ്റിനെ സേവിക്കും, പക്ഷേ ഒരു ശേഷിപ്പുണ്ടായിരിക്കും. ബട്ട് എ റെമനന്റ് വിൽ സേ നോ. എന്തെല്ലാം സഫറിങ് വന്നാലും ഞങ്ങളതിനെ അനുസരിക്കത്തില്ല, ഞങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷത്തെ കർത്താവ് വേർതിരിക്കും. നമ്മൾ ഒരു വലിയ ചർച്ചയാണെന്ന് നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. അല്ല. എത്ര 140 കോടി ജനമുള്ള ഈ രാജ്യത്ത്, 140 കോടി ജനമുള്ള ഈ രാജ്യത്ത് ചില ലക്ഷങ്ങളോ ചില കോടികളോ ഒരുമിച്ച് വന്നാൽ അതൊരു ജനക്കൂട്ടമല്ല. നാം ഇന്നും ന്യൂനപക്ഷമാണ്. പക്ഷേ ഈ ന്യൂനപക്ഷമാണെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ പിടിച്ചു നീക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, അത് മനുഷ്യർ കാണുക ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും. ഇത് ആത്മരൂപത്തിലല്ല, മൂർത്തി രൂപത്തിലാണ്. ഇന്നവൻ ആത്മരൂപത്തിലാണ് ചെയ്യാവുന്നതൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അവന് കയറാവുന്ന വ്യക്തികളിൽ ഒക്കെ കയറുന്നുണ്ട്. എന്നാൽ ഇവൻ വാക്ഷരിക അർത്ഥത്തിൽ ഒരു മൂർത്തിയായി വെളിപ്പെടുമ്പോൾ അവൻ ആകാശത്തുനിന്ന് ജനങ്ങൾ കാണുക ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറായ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിച്ച് കളയുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എതിർ ക്രിസ്തു എന്ന ആശയത്തെക്കുറിച്ച് ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചപ്പോൾ ഈ ആശയങ്ങൾ ചിന്തിച്ചതാകയാൽ ഇന്നങ്ങോട്ട് പോകുന്നില്ല. ഈ മൂർത്തിഭാവം വരുന്നതിന് മുന്നമേ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടണം. നമ്മെ സാമൂഹ്യ വിരുദ്ധർ എന്ന് പിശാചി വിളിക്കും. അതിൻ്റെ ആത്മവ്യാപാരത്തിൻ്റെ കാലത്താണ്. എതിർ ക്രിസ്തുവിൻ്റെ പ്രസ്താവനയിലും വാഗ്ദത്തത്തിലും എല്ലാം തീയതല്ല. എതിർ ക്രിസ്തു നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എല്ലാം കുറേ തെറ്റുകാര്യങ്ങൾ മാത്രം പറഞ്ഞ് പഠിപ്പിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുതില്ല. അതിനകത്ത് നല്ല കാര്യങ്ങൾ പലതും കാണും, പ്രയോജനമുള്ളത് പലതും കാണും, ഭാവിക്ക് നന്മയാണ് അനുഗ്രഹമാണെന്ന് തോന്നുന്നത് പലതും കാണും. പക്ഷേ മറക്കരുത്, ഇതൊരു പാക്കേജാണ്. ആ പാക്കേജിനകത്ത് നല്ലത് കാണും. അവൻ്റെ പ്രോജക്റ്റുകൾ ഒരു പാക്കേജാണ്. ആകർഷണീയമായ പലതും കാണും, പക്ഷേ മരണവും ശിക്ഷാർഹവുമായ പലതും അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് മറക്കരുത്. വളർച്ചയുടെ വിരോധിയെന്നും സമൂഹ വിരുദ്ധരെന്നും നിങ്ങളെ ലോകം വിളിച്ചേക്കാം. ആ വിളി കേട്ട് ഭയപ്പെടാനല്ല, അതെ നീ വിളിക്കുമെന്ന് നേരത്തെ അറിയാം. ഞങ്ങളിത് നേരത്തെ അറിയാവുന്നത് കൊണ്ട് ഐ പ്രസ് ഫോർവേഡ്, ഞാൻ മുൻപോട്ട് വരുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് പറയുവാൻ ഒരു കൂട്ടം ശക്തന്മാരെ ഈ ദിവസം
ദിവസങ്ങളിൽ ദൈവത്തിന് ആവശ്യമാണ്. ഈ ആശയങ്ങൾ കിട്ടിയല്ലോ. ഇന്ന് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ യോഹന്നാൻ വന്നുവെന്ന് പറയുന്നത് പോലെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവോടുകൂടെ അനേകർ ഇറങ്ങിത്തിരിക്കും. അവർ വരുന്നത് കഴിയുമെങ്കിൽ വൃതന്മാരെയും വീഴിക്കേണ്ടതിന് വരെയാണ്. അതിന് താഴെയുള്ളത് സുവിശേഷ പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇന്നിവിടെ പറയുന്നത് സുവിശേഷ പ്രസംഗമല്ല, വീണ്ടും ജനിച്ചവരെ വളർത്തുന്ന, കൃപയിൽ ഉറപ്പിക്കുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. മറക്കരുത്, വളർച്ചയുടെ വിരോധിയെന്നും സമൂഹ വിരുദ്ധരെന്നും നിങ്ങൾ പലതും പേര് പറഞ്ഞ് വിളിച്ചേക്കാം. ഇതൊന്നും കൊണ്ട് മടിച്ചു നിൽക്കുവാനല്ല, കർത്താവിന് വേണ്ടി മുൻപോട്ടെന്ന് പറഞ്ഞു പോകുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഞാൻ പറഞ്ഞ എൻ്റെ 12-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഉടനെ കർത്താവ് എനിക്ക് തന്ന വലിയ ട്രെയിനിങ്ങിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ട്രമൻഡസ് അനോയിൻറ്റിങ്, ഒരു പവർഫുൾ അനോയിൻറ്റിങ് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന്, അന്ന് എന്നെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി ആ 12-ാമത്തെ വയസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സ്നേഹിതർ ഒരുമിച്ച് ചേർന്ന് അയൽവക്കത്തുള്ള പറമ്പുകളിൽ നിന്ന് കപ്പയുടെ തണ്ടും തോമരയുടെ കമ്പ് ഓടിച്ച് എൻ്റെ തലയ്ക്ക് മേളിൽ പിടിച്ചുകൊണ്ട് പോയിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ട് വിട്ടതെനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കർത്താവിന് വേണ്ടി പിടിച്ചു നിന്നെങ്കിൽ ഈ സാഹചര്യങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കർത്താവ് കൃപ തരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക പേരുകൾ പലരും പറയും, പക്ഷേ എൻ്റെ ദൃശ്യം ഇതിനെ അപ്പുറത്താണ്. ലോകത്തിൻ്റെ ലോജിക്കൽ ആർഗ്യുമെൻ്റ് പലതും മനസ്സും ധൈര്യവും കെടുത്തുന്ന സംസാരവും നിരൂപണങ്ങളും നിങ്ങൾക്ക് നേരെ അടിക്കുന്ന കൊടുങ്കാറ്റുകളും ഒരുപക്ഷെ തിരമാലകളുമാകാം. പാറമേൽ അടിസ്ഥാനമുണ്ടെങ്കിൽ നിങ്ങൾ വീഴുകയില്ല, പിടിച്ചു നിൽക്കും. നമ്മുടെ പിതാക്കന്മാർ ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചു, അവരാരും ഈ നാമത്തെ ഉപേക്ഷിച്ചിട്ടില്ല. ഇന്ന് രാവിലെ എനിക്ക് ആരോ ഒരാളൊരു ഇമെയിൽ അയച്ചു, ഇന്ന് രാവിലെ എറിയുകയും ബൈബിളിനകത്ത് അതിനെക്കുറിച്ചൊരു ചരിത്രമില്ല. ചരിത്രം പറയുന്നത് എണ്ണ തണുത്തുവെന്ന, പക്ഷെ ഗാർഡിയൻ ഏഞ്ചൽ കാണിക്കുന്നത് 2 ദൂതന്മാർ പറന്ന് എണ്ണയുടെ അടുക്കലെത്തി. ശദ്രക് മേശക് അബേദ്നെഗോ എന്നിവരെ തീച്ചൂളയിൽ നിന്ന് വിടുവിപ്പാൻ തീച്ചൂളയിൽ ഇറങ്ങി വന്ന കർത്താവ് തൻ്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഇവിടെയും അയക്കട്ടെ. നമ്മുടെ പിതാക്കന്മാരിൽ ചിലരെ ഈർച്ചവാളിനാൽ അറുത്തു. ഈർച്ചവാളെന്ന് പറഞ്ഞാൽ എന്തുവാ? തടിയിറക്കുന്ന വാള് ഒരു തടിക്കഷ്ണത്തോട് ചേർത്ത് കെട്ടി. ഇന്ന് മിഷൻ കൊണ്ട് തടി ഇറക്കാറുണ്ട്, അന്ന് സിസ്റ്റം ഇല്ല. ഒരു തടിക്കഷ്ണത്തോട് ചേർന്ന് കെട്ടിയിട്ട് ഈർച്ചവാൾ കൊണ്ട് അറക്കുക. മരം മുറിച്ച് കീറി മാറ്റുമ്പോൾ ഈ വ്യക്തിയും മില്ലിമീറ്റർ ബൈ മില്ലിമീറ്റർ കട്ട് ചെയ്ത് മാറ്റുക. അന്നവർ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ഞങ്ങൾ അക്കരെ ദേശത്ത് കാണാം. കുഞ്ഞിൻ്റെ നെഞ്ചുവരെ മണ്ണ് വന്ന് വീണ് കഴിഞ്ഞപ്പോൾ എന്നെ ഓർത്ത് യേശുവിനെ ഉപേക്ഷിക്കുമെന്ന് ഓമനക്കുഞ്ഞ് കരയുമ്പോൾ ഒരമ്മയെ കൊണ്ട് ബൈ പറയിപ്പിക്കുവാൻ ശക്തീകരിച്ച ദൈവം ഈ ദിവസങ്ങളിൽ ഭാരതസഭയെ ശക്തീകരിക്കട്ടെ. നമ്മുടെ പിതാക്കന്മാർ ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചു. ഒരാടിനെ കൊന്ന് അതിൻ്റെ തോല് കൊണ്ടുവന്ന് ഒരു മനുഷ്യൻ്റെ കൈകളും കാലുകളും പുറത്തിട്ടേച്ച് ബാക്കിയുള്ള ഭാഗത്ത് ആ തോൽ അമർത്തി കുത്തിക്കെട്ടി തയ്ക്കും. എന്നിട്ട് ഇവൻ്റെ കാലും കൈയും കെട്ടി ഇവനെ എടുത്ത് വെയിലത്തിടും. 1 കൊണ്ടോ 1.5 കൊണ്ടോ ആ തോല് വെയിൽ കൊണ്ട് ചുരുങ്ങി ഇവൻ്റെ അസ്ഥികൾ ഒടിഞ്ഞ് ഇവൻ ആഴ്ചകൾ കൊണ്ട് മരിക്കും. ആ ആഴ്ചകൾ കിടന്നിട്ട് അവർ പറഞ്ഞു, ഈ ലോകം ഞങ്ങൾക്ക് ഏതുമല്ല, നിത്യതയാണ് ഞങ്ങളുടെ നാട്. ഞാൻ സ്തേഫാനോസിൻ്റെ ചരിത്രം എടുത്തപ്പോഴിങ്ങനെ പറഞ്ഞു, ചുറ്റുവട്ടം നിൽക്കുന്നവർ തന്നെ കല്ലെറിയുമ്പോഴും തനിക്ക് വേദനയില്ലാത്ത ഏതാണ്ടൊരു പുതുമ കർത്താവ് നൽകി. വേദനയില്ലാതെ സഹിക്കുവാൻ കർത്താവ് തരുന്ന പുതുമകൾക്കായി കർത്താവിന് സ്തോത്രം. നമുക്ക് മുൻപോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ആക്സ് 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. നാം സാക്ഷികളാകുവാൻ പോകുമെങ്കിൽ, സാക്ഷികളാകുമെന്ന പദം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. പത്രോസ് എങ്ങനെയാണ് യേശുവിന് സാക്ഷിയായത്? ഞാൻ പണ്ടൊരിക്കൽ മുക്കവനായിരുന്നു, മീൻ പിടിക്കാൻ പോയ കൂട്ടത്തിൽ യേശുവിനെ കണ്ടുവെന്ന് തൻ്റെ സാക്ഷ്യം പറയുകയായിരുന്നില്ല. പകരം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ പടിക്കൽ ഇരിക്കുന്നതായി ഒരു മനുഷ്യനെ കണ്ട് അദ്ദേഹത്തിൻ്റെ വലത്ത് കൈയെ പിടിച്ച് ഒരൊറ്റ പൊക്കി. എന്നിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ നടന്നും തുള്ളിയും ദേവാലയത്തിൽ കയറി. അദ്ദേഹം പറഞ്ഞു, അതാണ് സാക്ഷി.
നിങ്ങൾ കുരിശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിലാണ് ഇവൻ നടന്നത്. അതാണ് സാക്ഷി. യേശു പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുക. ഇത് മാർച്ച് മാസം 1-ാം തീയതിയാണ്. ഏപ്രിൽ മാസം 1-ാം തീയതിക്ക് മുന്നമേ സഭയിൽ നിന്ന് ചിലരുടെ രോഗശാന്തികളുടെ കൃപാവരങ്ങളിൽ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ നാം പ്രാപിച്ചിരിക്കും. സെക്കൻഡ് വീക്കിൽ ഞാൻ ഇവിടെ തിരിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നല്ല ശുശ്രൂഷകന്മാരുണ്ട്, എന്നാൽ ഞാനും കൂടെ തിരിച്ചു വരുമെന്ന വിശ്വാസം. മേ ബി 1 മണിക്കൂർ കൃപാവരങ്ങളുടെ ഇമ്പോർട്ടേഷന് വേണ്ടി എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നത് കൊണ്ടാണ്. മാർച്ച് മാസം 1-ാം തീയതി ഇറ്റ്സ് എ സീസൺ ചേഞ്ച്. ഇറ്റ്സ് എ സീസൺ ചേഞ്ച്. യേശുവിൻ്റെ നാമത്തിൽ സീസൺ മാറുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുക. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുക, സീസൺ മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. യേശുവിൻ്റെ സാക്ഷികളാകുവാൻ ചിലരെ ദൈവം അയക്കട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തിലെത്തി തീരാൻ തുടങ്ങുന്നതിന് മുന്നമേ ചില എരിയുന്ന തീക്കൊള്ളികളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കേണ്ടതിന് ഒരു കൂട്ടം സഹോദരന്മാരെ കർത്താവ് ശക്തീകരിക്കട്ടെ. യേശുവിൻ്റെ സാക്ഷിയാകുന്നത് വാ കൊണ്ടുള്ള സാക്ഷിയല്ല, ക്രിയയിലുള്ള സാക്ഷിയാണ്. അത്ഭുതങ്ങൾ കണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരിച്ചവർ ഉയർക്കുന്നത് വരെ സംഭവങ്ങൾ കാണുവാൻ ഈ സഭയെ ദൈവം ശക്തീകരിച്ചെങ്കിൽ അതിൻ്റെ മുമ്പിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽ ദൈവ പദ്ധതി നിവർത്തീകരിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ പുതിയ വാതിലുകൾ തുറക്കുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. വാതിലുകൾ തുറക്കട്ടെ. 6 യേശുവിൻ്റെ ടെസ്റ്റിമണി. നമ്മൾ 5 കാര്യങ്ങൾ ചിന്തിച്ചു. 6ാമത്തേത് യേശുവിൻ്റെ സാക്ഷിയാകുക എന്ന ആശയം. ഞാൻ ഇവിടുന്ന് മാറട്ടെ. യേശുവിൻ്റെ സാക്ഷിയാകുക. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അതെ 7 ഓവർകമേഴ്സ്. ഞാൻ ഈ സബ്ജക്റ്റ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനിത് നിർത്തുന്നതെടുത്ത് 2-3 മിനിറ്റിനകം ഞാൻ ഇരിക്കും. വെളിപ്പാട് പുസ്തകം 12:11 അവരവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യത്തിൻ വചനം ഹേതുവായും ജയിച്ചു. ഇന്ന് പകൽ ജയിക്കുന്നവരുടെ പട്ടികയിൽ നമുക്കാകാം. തോൽക്കുന്നവർ അനേകരുണ്ട്. തോറ്റ് പുറന്നോട്ട് ഓടുന്നവർ അനേകരുണ്ട്. ജയത്തോടെ മുൻപോട്ട് ഓടുന്നവർ അനേകരുണ്ട്. ഇന്ന് പകൽ ജയിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാൻ അവരവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യത്തിൻ വചനം ഹേതുവായും ജയിച്ചു. ഇത് എതിർ ക്രിസ്തുവിൻ്റെ കാര്യം പറയുകയാ, പരിഹാസിയുടെ കാര്യം പറയുകയാ, നീചൻ്റെ കാര്യം പറയുകയാ. ദൈവകരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. ജയിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അവർ അവനെ ജയിച്ചു. എങ്ങനെ? നടുക്ക് നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തത്താൽ. കർത്താവ് വിജയത്തിൻ്റെ കാരണം അങ്ങ്. കുഞ്ഞാടേ, അങ്ങ് അറുക്കപ്പെട്ടു. ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഉളവായി വരട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ പ്രപഞ്ചം മുഴുവനും ഉളവാകത്തക്കവണ്ണം ശക്തിയുടെ അങ്ങേയറ്റമുള്ളവൻ മനുഷ്യൻ്റെ അവതാരമെടുത്ത് ഒരാടിന് മരിക്കുന്നത് പോലെ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും കാൽവറി മേട്ടിൻപുറത്ത് മരിച്ച് ആ രക്തം നമുക്ക് വേണ്ടി തന്നെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ ജയം. ഇന്ന് പകൽ അതിനകത്ത് ജയം പറയുക. കുഞ്ഞാടേ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളും ജയിക്കട്ടെ. വി ആർ വിക്ടേഴ്സ്. നമ്മെ ജയാളികളാക്കി തീർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപ്പോഴേ ആത്മാവിനെ അവരവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷിയിൻ വചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അവരെ യേശുവും ഏറ്റുപറയും. തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് ലക്ഷോപലക്ഷം ദൂതന്മാർ, വേരിയസ് സ്പീഷ്യസ്, സ്വർഗത്തിലുള്ള മറ്റനേക സൃഷ്ടികൾ, പിതാവാം ദൈവം, ഇവരുടെ മുമ്പിൽ ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി. ഒരു ചോദ്യമുണ്ട്. സ്വർഗത്തിലെ മൂപ്പന്മാർ വന്ന്, ഇവരാരാ ഈ വരുന്നത്? ഒരു വലിയ സമൂഹം, വെള്ളനിലയങ്കി ധരിച്ച ഒരു വലിയ സമൂഹം കൈകളിൽ കുരുത്തോലകളുമായി എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ഇവരാരാണ്, എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ യേശു പരിചയപ്പെടുത്തുന്നൊരു വാചകമുണ്ട്. ഇവർ ഏറിയ കഷ്ടങ്ങളിലൂടെ വരുന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ ആംഗികളെ അലക്കിയവർ. എൻ്റെ പേരൊന്ന് ഏറ്റുപറയുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് തിരിഹിതമായി.
വെളിപ്പാട് 3:4 മുതൽ 6 വരെ എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു ദിവസം ദൈവദൂതന്മാരുടെ മുമ്പിൽ നമ്മുടെ പേരൊന്ന് ഏറ്റുപറയുവാൻ, നിങ്ങളുടെ പേരൊന്ന് ഏറ്റുപറയുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് തിരിഹിതമാകട്ടെ. അതെ, ആയി നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. ജയാളികളുടെ കൂട്ടത്തിൽ നമുക്ക് ആയിരിക്കാം. ഞാനിവിടെ കൊണ്ട് നിർത്തുക. കഴിഞ്ഞു. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ. ഞാൻ ഇന്നിങ്ങോട്ട് വന്ന കൂട്ടത്തിൽ ഓർത്ത് ഒരു സ്ലൈഡും കൂടെ ചേർക്കേണ്ടതായിരുന്നു, ചേർത്തില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പദമുണ്ട്: നീ തോറ്റുപോയാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. ഇന്ന് ഉയർന്നിരിക്കുന്ന ഒരു നിലവിളക്ക് തമ്പുരാൻ പകുതിക്കലോട്ട് താക്കല്ലേ, എടുത്ത് താഴെ കളയല്ലേ. കർത്താവ് മേളിലോട്ട് കളരുവാൻ കർത്താവ് എനിക്ക് കൃപ തരണേ. നിലവിളക്കിൻ്റെ സ്ഥാനമാറ്റം സംഭവിക്കും. നാം ദൈവത്തോടുള്ള ബന്ധത്തിനും ജീവിതത്തിനും ഒത്തവണ്ണം നിലവിളക്കിന് സ്ഥാനഭേദം സംഭവിക്കും. നമ്മുടെ പേർ കർത്താവ് ഏറ്റുപറയുവാൻ, താൻ്റെ നിരയിൽ നമ്മെ നിർത്തുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കപ്പെടാം. ഇന്ന് പകൽ കർത്താവ് ഈ സന്ദേശം തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ പകൽ എന്തോ എൻ്റെ ഹൃദയത്തിൽ ഇവിടെ കയറുമ്പോൾ പോലുമുള്ള ചിന്തയല്ല. വ്യത്യസ്ത മീഡിയകളിലുള്ളവർ എഴുന്നേൽക്കാവുന്നവർ എഴുന്നേറ്റു, ഇതിനകത്തിരിക്കുന്നവർ എഴുന്നേറ്റു. രോഗികളായ പ്രിയപ്പെട്ടവർ തങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് ഒരു കരം വെച്ചു. വയറിനും നെഞ്ചിനും ഇടയിലായി വലത്തുഭാഗത്ത്, ഞാൻ എൻ്റെ കൈ ഇടത്താ വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ വലത്തുഭാഗത്ത് ഒത്ത നടുക്ക് നിന്ന് ഏറെക്കുറെ 3-4 ഇഞ്ച് മാറി കുത്തുന്നത് പോലൊരു വേദന അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. അല്ലെങ്കിൽ കർത്താവ് അങ്ങനെ കാണിക്കത്തില്ല. ആ വ്യക്തി അവിടേക്ക് കൈവച്ചു. ഇന്ന് പകൽ രോഗികൾ അവിടെ കൈവച്ചു. കർത്താവെ, സഭയെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, രോഗികളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ വിടുതലിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവകൃപയുടെ വ്യാപാരം വ്യാപരിക്കട്ടെ. മഹത്വം കർത്താവ് എടുക്കണേ. യേശുവേ, അങ്ങയുടെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൽ സഭയെ ഏൽപ്പിക്കുന്നു. ദൂതന്മാരെ ഇറങ്ങി വരിക. ഇനി അടുത്ത ദിവസങ്ങളിൽ ഗൗരവമുള്ള രോഗങ്ങളും അകാല മരണങ്ങളും ഉണ്ടാകാതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗത്തിൽ വന്ന ശേഷം വിടുതൽ തന്നു, നന്ദി. എന്നാൽ ഇന്ന് ഞങ്ങളിതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദയവായി